ഹലോ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് രാവിലെ തന്നെ സിജോയും ഗബ്രിയും ജാസ്മിനും തമ്മിൽ മുട്ടനടി. എന്താണെന്ന് വെച്ചാൽ സിജോ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ കോംബോ ആയിട്ട് കളിക്കാമല്ലോ, ഒറ്റയ്ക്ക് കളിക്കില്ല എന്നൊക്കെ സിജോ ഗബ്രിയോട് പറയുന്നുണ്ട്. സിജോ ഗബ്രി സിജോയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഹൗസിലുള്ള പലരും ഇടപെടുന്നുണ്ട്. ശരണ്യ, ശ്രീതു, റോക്കി എല്ലാവരുമായിട്ടൊരു കൂട്ടയടി തന്നെയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വിചാരം അവരേതാണ്ട് പുറത്ത് വലിയ മാസാണ്, അല്ലെങ്കിൽ മറ്റ് സീസണിലുണ്ടായിരുന്ന കോംബോ പോലെ അവരുടെ ഓരോ സീൻസും കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളൊക്കെ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടാക്കി വളരെയധികം വൈറലായി അവരെ വളരെയധികം മാസ്സായിട്ടാണ് കാണുന്നത് എന്നാണ് എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഗബ്രിയും ജാസ്മിൻ്റെയും തമ്മിലുള്ള സംസാരം നമ്മൾ നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെയധികം നെഗറ്റീവായിട്ടാണ് പുറത്ത് വരുന്നത് എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. പക്ഷേ ഇവിടെ ശരണ്യയാണെങ്കിലും സിജോ ആണെങ്കിലും ശ്രീനു ആണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ കുറ്റമായിട്ട് നിങ്ങളെ പറയുന്നതല്ല, പുറത്തൊരു പക്ഷേ നിങ്ങൾക്കത് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്, പുറത്തത് നെഗറ്റീവായിട്ട് പോകും, നിങ്ങൾക്കെന്താ അത് മനസ്സിലാവാത്തെ എന്ന് തന്നെയാണ്. ശരണ്യയാണെങ്കിൽ കൃത്യം പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല, ഇത് ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇത് പുറത്ത് പോകുന്നത് ഔട്ട് പോകുമ്പോൾ അത് ശരിക്കും നെഗറ്റീവായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ്റെ മുന്നിലെങ്കിലും കൈ പിടിച്ചിരിക്കാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത്. താനൊരു ഇമേജ് കോൺഷ്യസ് അല്ല, പുറത്ത് എങ്ങനെ വേണം. അപ്പോഴത്തേക്കും ശരണ്യ പറയുന്നുണ്ട്, ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ പിന്നെ എന്തിനും ജാസ്മിൻ നമ്മളത് പറയുമ്പോൾ അതിനെ എതിർക്കാൻ വരുന്നത് എന്തിനാണ്, നിനക്ക് മിണ്ടാതിരുന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അവർ ലവ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, പിന്നെ എന്താണ്. അപ്പം ശരണ്യ യമുനയോടും പറയുന്നുണ്ട്, അവർ തമ്മിൽ ലവ് ആണെങ്കിൽ ലവ്, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, നമ്മളെന്താ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടില്ലേ, നമ്മൾ ലവ് കണ്ടിട്ടില്ലേ എന്നൊക്കെ തന്നെ ശരണ്യ യമുനയോട് പറയുന്നു. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അതൊരു ഡ്രാമ പോലെ കളിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ, അവർ കോർണർ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവരൊരു ഡ്രാമ കളിക്കുന്നത് കൊണ്ടാണ് എനിക്കിത്ര ദേഷ്യം എന്ന് ശരണ്യ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. ശ്രീതു ആണെങ്കിലും ഗബ്രിയോട് പറയുന്നുണ്ട്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് രണ്ടുപേരും ഇതൊരു ഗെയിമാണ്, ഇൻഡിവിജ്വൽ ഗെയിമാണെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും സംസാരിക്കുക, രണ്ടുപേരും ഒരേ അഭിപ്രായം തന്നെ ഒരേ ഡയലോഗ് തന്നെ പറയാതെ എന്നൊക്കെ പറയുന്നുണ്ട്. സിജോ പറയുന്നുണ്ട്, എന്താ നിനക്ക് ബോധമില്ലേ, ബുദ്ധിയില്ലേ എന്നൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ഗബ്രിയോട് പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഗബ്രി അതൊന്നും കാര്യമാക്കുന്നില്ല. ഗബ്രിയുടെ വിചാരം അവരെ കോർണർ ചെയ്യപ്പെടുകയാണ്, അപ്പോൾ ആ ഒരു സിമ്പതി പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ വളർത്താം എന്നുള്ള രീതിയിലൊക്കെയാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും മനസ്സിലെ വിചാരം എന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഒരു പക്ഷേ അത് അവരുടെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പലരുടെയും ക്യാരക്ടർ പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർക്ക് പലരുടെയും ഗെയിമിനെ പുറത്തു കൊണ്ടുവരാൻ പലപ്പോഴും പല ഇൻസിഡൻസിലും സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ഒരു ഗെയിമാണ് എന്ന്, അവർ നല്ല പ്ലെയേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അവർ ഇൻഡിവിജ്വലി അല്ലെങ്കിലും കോംബോ ആയിട്ട് നിന്നിട്ടാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കൂടുതലും ഇൻഡിവിജ്വലി നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നെഗറ്റീവ് വരാത്ത വിധം അവർക്ക് നല്ല പ്ലെയേഴ്സ് ആകാമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്ന എല്ലാവർക്കും തോന്നുന്ന അഭിപ്രായം. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ക്യാമറയോട് പോയിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്, ഉപ്പ അമ്മ വിഷമിക്കരുതേ, എനിക്ക് ഇവിടെ ആകെപ്പാടെ ഉള്ളൊരു ഫ്രണ്ട് ഇവൻ മാത്രമാണ്, ഇവൻ ഇല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ കൈ പിടിച്ചാലാണ് എനിക്ക് ആശ്വാസം, ഇവനില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോകും, ഞാൻ ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ജാസ്മിൻ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാസ്മിൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അവിടെ ഒരാൾ ആരുടെയും കൈ പിടിക്കാനും ഫ്രണ്ട്ഷിപ്പ് കൂടാനും ഒന്നുമല്ല പോയിരിക്കുന്നത്. എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ചെന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ആരുമായിട്ട് കൂട്ടുകൂടാനോ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ ഒന്നുമല്ല നമ്മളവിടെ പഠിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ച് അതിൽ നിങ്ങൾ വിജയിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ജാസ്മിൻ ശരിക്കും ചെയ്യുന്ന ഒരു പൊട്ടത്തരമാണ്. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ട് ഒരാളുടെ കൂടെ നിന്ന് കളിച്ച് അവർ ഫുള്ളി നെഗറ്റീവ് വാങ്ങിക്കണം. ഹൗസിനുള്ളായാലും പുറത്ത് അവർ ഈ കോർണർ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ, അതായത് ബാക്കിയുള്ള 15 പേരും അവരെ ഒറ്റപ്പെടുത്തുകയാണെന്നൊക്കെ ഗബ്രി പറയുന്നു. കോർണർ ചെയ്യപ്പെടും, ഇങ്ങനൊരു സിമ്പതി അവർ വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും പുറത്ത് ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് കാര്യം അവർക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവരവിടെ ഗെയിം കളിക്കാൻ വന്നാണ്, അവർ ഗെയിം കളിക്കണം, നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ
പറ്റാനും എന്തെങ്കിലും ഒരു എല്ലാവർക്കും ബിഗ് ബോസ് അവരിലൊരു കഴിവിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരിലൊരു പ്ലെയറിനെ കണ്ടിട്ടായിരിക്കുമല്ലോ അത്ര ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ അവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കി കളിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ ഇത് കൂടിയാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. അതിനുശേഷം ശ്രീധുവിനെ കൊണ്ട് ഒരു മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യിച്ചു. ഓരോരുത്തരുടെ ക്യാരക്ടറിനെ പറ്റി പറയാനായിരുന്നു. അതിൽ ശ്രീധുവിന് ഇഷ്ടമുള്ളവരെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ശരണ്യ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നും, അൻസിബ ഒരു കോർണർ ഒബ്സർവർ ആണെന്നും, ഋഷി ഒരു ഒബ്സർവർ ആണെന്നും, സിജോ കണ്ണിങ് ആണെന്നും, സുരേഷ് വളരെ ഫേവറിസം കാണിക്കുന്നു, അതായത് നോറയോട് എന്തോ ഫേവറിസം കാണിച്ചെന്നും, പിന്നെ നോറ പെട്ടെന്ന് ചാടി കാര്യങ്ങൾ പറയുന്ന ആളാണ് അങ്ങനെയൊക്കെ എമിനെ ഒരു അമ്മയെപ്പോലെയാണ് വീട്ടിലെ എന്നൊക്കെ പറഞ്ഞു. അപ്പം പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. ടാറ്റ.